സത്യപ്രതിജ്ഞാ ദിനത്തിൽ ആഘോഷിക്കുന്നതിനായി സംഘിക്കുഞ്ഞുങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന കാർഡുകളുടെ ഡിസൈനുകളൊക്കെ മാറ്റണം. മോദി 3 എന്ന് അടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് NDA 3 എന്നാക്കി മാറ്റണം. ഭാരത് എന്ന് എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ എന്ന് മാറ്റണം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ നായിഡുജിയും നിതീഷ്ജിയും കോപിക്കും. മോദിജി തന്നെ അവരെ സാക്ഷിയാക്കി ഇനി വരാൻ പോകുന്നത് NDA 3 ആണെന്നും ഇന്ത്യ എന്നതായിരിക്കും നമ്മുടെ ഔദ്യോഗിക നാമമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗത്യന്തരമില്ലാതെ മോദിജി പറഞ്ഞു പോയതാണ്. അപ്പോൾ മോദിജി പറഞ്ഞാൽ മോദിജിയുടെ ഫാൻസുകാർ അനുസരിക്കണം. അതായത് മോദി 3 അല്ല അധികാരമേൽക്കാൻ പോകുന്നത്, NDA 3 ആണ്. ഭാരത് എന്ന് G20 ഉച്ചകോടിക്കിടെ തൻ്റെ ഇരിപ്പിടത്തിന് മുന്നിൽ നെയിം ബോർഡ് അടിച്ചു വെച്ച നരേന്ദ്രമോദി തന്നെ ഇന്ത്യ 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 എന്ന് 3 വട്ടം ഉറപ്പിച്ചു പറഞ്ഞു. मैं कहूंगा NDA, न्यू इंडिया, डेवलप्ड इंडिया, एस्पिरेशनल इंडिया. അതായത് ഈ രാജ്യത്തിൻ്റെ പേര് മാറ്റാനുള്ള നീക്കമൊന്നും തൽക്കാലം ഈ സഖ്യകക്ഷികളുടെ ഔദാര്യത്തിൽ ഭരിക്കുമ്പോൾ നടക്കില്ല എന്നർത്ഥം. NDAക്ക് അദ്ദേഹം പുതിയ നിർവചനം നൽകി. ന്യൂ ഇന്ത്യ, ഡെവലപ്ഡ് ഇന്ത്യ, ആസ്പിറേഷണൽ ഇന്ത്യ. 3 വട്ടമാണ് ഇന്ത്യ എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. ന്യൂ ഭാരത്, ഡെവലപ്ഡ് ഭാരത്, ആസ്പിറേഷണൽ ഭാരത് എന്നല്ല NDAക്ക് അദ്ദേഹം നൽകിയ നിർവചനം. അതിൻ്റെ അർത്ഥം എന്താ? NDAയുടെ പേരിൽ എവിടെയെങ്കിലും ഇന്ത്യ എന്നുള്ളതിന് പകരം ഭാരത് എന്ന് ചേർത്താൽ അപ്പോൾ വിവരമറിയും. രാജ്യത്തിൻ്റെ പേര് മാറ്റാനുള്ള നീക്കം നടക്കാൻ പോകുന്നില്ല. ഇത് മോദിയുടെ സർക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം നടക്കാൻ പോകുന്നില്ല. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണ് നരേന്ദ്രമോദി. എന്തൊരു ഗതികേടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ 1.25 മണിക്കൂറോളമുള്ള പ്രസംഗം. എത്ര വട്ടമാണ് അദ്ദേഹം NDA 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 എന്ന് പറയുന്നത്. മോദിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വരവിന് ശേഷം ഇത്രയധികം തവണ NDA എന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു അവസരമുണ്ടായി കാണില്ല. BJP എന്ന് പറയുന്നില്ല, മോദി എന്ന് പറയുന്നില്ല, മുഴുവൻ NDA ആണ്. NDA എന്ന് പറഞ്ഞാൽ മഹാസംഭവമാണ്. പണ്ടും NDA ആണ്, ഇന്നും NDA ആണ്, നാളെയും NDA ആണ്. ഇനി NDA 3 സർക്കാരാണ് അധികാരമേൽക്കാൻ പോകുന്നത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടല്ല, NDAയുടെ പ്രധാനമന്ത്രിയായി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ എത്താൻ പോവുകയാണ്. ഓരോ മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. എന്നിട്ടും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല, തള്ളിമറിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും 2 പേരുടെ ഔദാര്യത്തിലാണ് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നരേന്ദ്രമോദിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മറ്റേ പ്രോംപ്റ്റർ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നോട്ട് എഴുതി തയ്യാറാക്കി വന്നാണ് NDA യോഗത്തിൽ പ്രസംഗിച്ചത്. ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. NDA എന്ന് എഴുതി വച്ചിരിക്കുന്നതായിരിക്കും, ഇത് മറന്നു പോകാതിരിക്കാൻ. NDA എന്ന് ചുരുങ്ങിയത് ഒരു 50 വട്ടമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ NDAക്കാർ കോപിക്കും. അവർ കോപിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഈ സർക്കാർ നിലനിൽക്കുന്നത് തന്നെ അവരുടെ ഔദാര്യത്തിലാണ് എന്നുള്ള കാര്യം മോദിക്കറിയാം. അതുകൊണ്ട് അവരെ സുഖിപ്പിച്ചേ മതിയാകൂ. അവരെ സുഖിപ്പിക്കാൻ പരമാവധി ആ പ്രസംഗത്തിനിടയിൽ ശ്രമം നടത്തുകയും ചെയ്തു. മോദി വേറൊരു രാഷ്ട്രീയ നേതാവിനെ, സ്വന്തം കൂട്ടത്തിലുള്ളവരെ പോലും ഇതുവരെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. മോദി എന്നല്ലാതെ അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇവിടെ മഹത്വം വർണ്ണിക്കൽ തന്നെ. ചന്ദ്രബാബു നായിഡു മഹാനാണ്, നിതീഷ് കുമാർ മഹാനാണ്, പവൻ കല്യാൺ വരെ മഹാനാണ്. പവൻ കല്യാൺ അല്ല, മറ്റേ കൊടുങ്കാറ്റാണ് എന്നാണ് പറയുന്നത്. ചെറിയ കാറ്റല്ല, കൊടുങ്കാറ്റാണ് എന്നാണ് പറയുന്നത്. അമ്മാതിരി പുകഴ്ത്തിയടിയാണ്. കാരണം ഇവരുടെ ദയാവായ്പകളില്ലാതെ 1 ഇഞ്ച് മുന്നോട്ട് പോകാനാകില്ല എന്നറിയാം. പരമാവധി അവരെ സുഖിപ്പിച്ചേ പറ്റൂ. പക്ഷെ നമ്മുടെ സംഘിക്കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദി എന്ന G20 ഉച്ചകോടിയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്ന് എഴുതി വെച്ചതിനെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് ആഘോഷിച്ച് രാജ്യത്തിൻ്റെ പേര് മാറ്റാൻ പോവുകയാണ്, അഭിമാനകരമായ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞവർ ആഘോഷിച്ചില്ലേ? ഇപ്പോൾ അതേ നരേന്ദ്രമോദി തന്നെ NDA എന്നതിന് വിപുലീകരണം നൽകുമ്പോൾ ഇന്ത്യ 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 എന്ന് പറയുകയാണ്. ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ ഭാരത് എന്ന് പറഞ്ഞു പോകാറുണ്ട്. അത് സാധാരണഗതിയിൽ നമ്മുടെ ആളുകളൊക്കെ, ഹിന്ദിയിൽ സംസാരിക്കുന്നവരൊക്കെ ഇന്ത്യക്ക് ഭാരത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ അദ്ദേഹം ഒരു വിപുലീകരണം നൽകുമ്പോൾ, ഒരു എക്സ്പാൻഷൻ നൽകുമ്പോൾ
അതിനകത്ത് ഉപയോഗിക്കുന്നത് ഇന്ത്യ എന്ന് തന്നെയാണ്. അതായത് ഈ രാജ്യത്തിൻ്റെ പേര് മാറ്റൽ നടക്കില്ല എന്ന് നരേന്ദ്രമോദി പരോക്ഷമായി പറഞ്ഞു വയ്ക്കുന്നു. ഇനി മോദി മോദി എന്ന് പറഞ്ഞ് വെറുതെ നായിഡുവിനെയും നിതീഷിനെയും കോപിപ്പിക്കരുത്. എല്ലാം NDA എന്ന് വേണം പറയാൻ. BJP സർക്കാരെന്നോ മോദി സർക്കാരെന്നോ മിണ്ടിപ്പോകരുതേ സംഘിക്കുഞ്ഞുങ്ങളെ. സോഷ്യൽ മീഡിയയിലാകെ ND യോഗത്തിൻ്റെ വിശേഷങ്ങളുമായി തിളച്ചു പറയുകയാണ് സംഘിക്കുട്ടന്മാർ. ND യോഗത്തിൽ മോദിയെ പുകഴ്ത്തുന്ന ചന്ദ്രബാബു നായിഡു, ND യോഗത്തിൽ മോദിക്ക് പിന്തുണ അറിയിക്കുന്ന നിതീഷ് കുമാർ, ND യോഗത്തിൽ ഭരണഘടന വണങ്ങുന്ന നരേന്ദ്രമോദി. അങ്ങനെ സംഘികൾ ആവേശം കൊണ്ടിരിക്കുകയാണ് ഈ ND യോഗത്തെക്കുറിച്ച്. 2019 തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതിന് ശേഷം ഇതുപോലെ ഒരു NDയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം നടന്നതായി ആർക്കെങ്കിലും അറിയാമോ? അന്ന് BJPയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം നടന്നു. അവിടെ മുഴുവൻ കാവ്യമയമായിരുന്നു, ജയ് ശ്രീറാം വിളികളായിരുന്നു. പക്ഷേ ഈ ND യോഗത്തിൽ എവിടെയെങ്കിലും കാവ്യയുടെ ഒരു അംശമെങ്കിലും കാണാനുണ്ടോ? ജയ് ശ്രീറാം വിളികൾ അതിൻ്റെ തത്സമയ സംപ്രേക്ഷണത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ആരെങ്കിലും കേട്ടോ? ഈ ND യോഗത്തിൽ കണ്ട ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, പാർലമെൻറ്റിനകത്ത് വരെ ജയ് ശ്രീറാം വിളികളുമായി അട്ടഹാസം നടത്തിയ ആളുകൾ ഇപ്പോഴും ജയിച്ചു വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ യോഗത്തിലിരുന്ന് ഒരു തവണ പോലും ജയ് ശ്രീറാം വിളിക്കാൻ കഴിയാതെ വിമ്മിഷ്ടപ്പെടുന്നത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ബാക്കിയകത്ത് പഴവും തിരികി മിഴുങ്ങസ്യ എന്ന് ഇരിക്കേണ്ടി വന്നു എന്ന് ചുരുക്കം. ജയ് ശ്രീറാം വിളികളോ ജയ് ജഗന്നാഥ് വിളികളോ ഒന്നുമില്ല. തികച്ചും മതേതരമായ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് തോന്നിക്കുന്നത് തന്നെയായി ഈ ND യോഗം. സ്വാഗതം സുസ്വാഗതം ഭായി എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു, ഭാരത് മാതാ കീ ജയ് വിളിക്കുന്നത് കേട്ടു, വന്ദേ മാതരം വിളിക്കുന്നത് കേട്ടു. പിന്നെ ഏറ്റവും അവസാനം മോദിയുടെ പേര് പറയുമ്പോൾ മോദി മോദി എന്നുള്ള വിളിയും കേട്ടു. അങ്ങനെ മോദിയുടെ പേര് പറഞ്ഞപ്പോൾ ആരും എണീറ്റ് നിന്ന് കൈയടിക്കാത്തത് കൊണ്ട് മോദി ആദ്യം സ്വയം എണീറ്റ് നിന്ന് കൈയടിച്ചു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ എണീറ്റ് നിന്ന് മോദി മോദി എന്ന് വിളിക്കുന്നത് കേട്ടു. ആ സമയത്ത് പോലും നിതിൻ ഗഡ്കരി എണീറ്റ് നിൽക്കാൻ വിസമ്മതിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോഴേക്കും ആ ക്യാമറ ആംഗിളുകൾ മാറുന്നു. ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ശ്രീകോവിലായ പാർലമെൻറ്റിനുള്ളിൽ ഒരു മതവിഭാഗത്തിൻ്റെ സന്യാസിമാരെ കൊണ്ട് പൂജ നടത്തിക്കുകയും ആ സന്യാസിമാരെ കൊണ്ട് ചെങ്കോൽ പ്രതിഷ്ഠ നടത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഏകാധിപതിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ മനോഹരമായ കാഴ്ചയല്ലേ? ND യോഗം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പര്യാപ്തമായി എന്നുള്ളത് തന്നെയാണ് മോദിയുടെയും ഷായുടെയും കാലത്ത് ജനങ്ങളുടെ വോട്ട് കൊണ്ടുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം. BJPയുടെ ക്യാമറാമാന്മാരുടെ ആംഗിളുകൾ ഒരാളിൽ നിന്ന് 3 പേരിലേക്ക് എല്ലാവരിലേക്ക് എന്ന രീതിയിൽ മാറിയത് തന്നെയാണ് ജനങ്ങളുടെ വോട്ടിൻ്റെ പവർ.